കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി 9-ാം ദിവസം പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിൽക്കുന്ന കിഴക്കേക്കോട്ടയിൽ നിന്നും 2 കിലോമീറ്ററേ ഉള്ളൂ ആറ്റുകാലിലേക്ക്. ആറ്റുകാൽ പൊങ്കാലയിടുന്നത് വലിയ പുണ്യമായി, ആത്മസാക്ഷാത്കാരമായി ഭക്തർ കരുതുന്നു. അതിനായി സ്ത്രീകൾ വ്രതമെടുത്ത് കാത്തിരിക്കുന്നു. മധുരയിലെ കണ്ണകിയായ കൊടുങ്ങല്ലൂരമ്മയാണ് ആറ്റുകാൽ ദേവി എന്ന് പറയാറുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ് പൊങ്കാല. രാവിലെ 10:30 ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ നിന്നും മേൽശാന്തി തീ പകർന്ന് പുറത്തേക്ക് നൽകും. ഇതോടെ ക്ഷേത്രമുറ്റത്തെയും വീട്ടുമുറ്റത്തെയും വീഥികളിലെയും പൊങ്കാല അടുപ്പുകളിൽ അഗ്നി ജ്വലിക്കും. വെള്ളം തിളച്ചാൽ അരിയിടാം. പൊങ്കാല പായസത്തിനും മണ്ടപ്പുറ്റിനുമുള്ള ചേരുവകൾ ചേർത്ത് വിഭവങ്ങൾ ഒരുക്കിയെടുക്കാം. പാകമായാൽ തിളച്ചു തൂവി അടുപ്പിൽ വീഴും. തിളച്ചു തൂവൽ, അതാണ് പൊങ്കാല. ഉച്ചയ്ക്ക് 2:30 നിവേദ്യം. ക്ഷേത്ര പൂജാരിമാർ പൊങ്കാലക്കലങ്ങളിൽ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമർപ്പണം പൂർത്തിയാക്കി ഭക്തർ വീട്ടിലേക്ക് മടങ്ങും. ഇനി പൊങ്കാലയിടുന്ന സ്ത്രീകൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം വേണ്ടത് തയ്യാറെടുപ്പാണ്. മനസ്സും ശരീരവും ശുദ്ധമാക്കി വ്രതമെടുക്കണം. പുതിയതോ അലക്കിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കണം. പൊങ്കാലക്കലങ്ങൾ അത് മൺകലങ്ങൾ തന്നെ വേണം. ആ മൺകലങ്ങൾ ചോരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വാങ്ങിയ പാത്രത്തിനനുസരിച്ചുള്ള അടപ്പ്, തവി, ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, നെയ്യ്, തേൻ, പഞ്ചസാര, കൽക്കണ്ടം, കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, എള്ള് എന്നിവ വാങ്ങണം. വെള്ളച്ചോറ്, പായസം, വഴനയിലയിൽ തയ്യാറാക്കുന്ന തെരളി, പയറും ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്ന മണ്ടപ്പുറ്റ് എന്നിവ ഉണ്ടാക്കുന്നതിനാണ് ഇത്. തിളച്ച പൊങ്കാലക്കലം വാങ്ങിവെക്കുവാൻ തുണിക്കഷ്ണം, ചൂട് സമയമായതിനാൽ വിയർപ്പ് തുടയ്ക്കാനും നനഞ്ഞ കൈ തുടയ്ക്കാനും മറ്റുമായി ഒരു തോർത്ത് എന്നിവയും കരുതിയിരിക്കണം. അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിൽ ആവശ്യത്തിന് ശുദ്ധജലം കരുതണം. വസ്ത്രത്തിൽ തീ പടരാതെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഉടൻ വെള്ളമൊഴിച്ച് തീ കെടുത്തണം. നിലത്ത് കിടന്ന് ഉരുളണം. ആവശ്യത്തിൽ കൂടുതൽ കൊതുമ്പും ചൂട്ടും കരുതണം. ഒരു കാരണവശാലും മണ്ണെണ്ണ പോലുള്ള ദ്രവ ഇന്ധനം ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കരുത്. പെർഫ്യൂം, സാനിറ്റൈസറുകൾ ഒന്നും കയ്യിൽ കൊണ്ടുവരരുത്. പ്ലാസ്റ്റിക് കൊണ്ടുവരാനേ പാടില്ല. സാരി തുമ്പ്, ഷാൾ, അയഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ശരീരത്തോട് ചേർത്ത് മുറുക്കി വെക്കണം. തീയുമായി അടുത്ത് ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഒപ്പമുള്ള കുട്ടികളെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തണം. അവർ കൂട്ടം തെറ്റി പോകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ആറ്റുകാൽ മുറ്റത്ത് പൊങ്കാലയിടുന്നവർക്ക് എവിടെ ഏതു രീതിയിൽ പൊങ്കാലയിടണം എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ക്ഷേത്രാധികാരികൾ മൈക്കിലൂടെ നൽകിക്കൊണ്ടിരിക്കും. വീട്ടിൽ പൊങ്കാലയിടുന്നവർക്കാകട്ടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യാൻ സൗകര്യം കിട്ടുകയും ചെയ്യും. എന്നാൽ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങളുണ്ട്. പൊതുവെ എല്ലാവരും സൂര്യന് അഭിമുഖമായി നിന്നാണ് പൊങ്കാലയിടാറ്. അത് സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും മുഖത്തോട് മുഖം നിന്ന് പൊങ്കാലയിടുവാൻ ശ്രമിക്കണം. നടുവിൽ വാഹനത്തിന്, പ്രത്യേകിച്ച് ആംബുലൻസിന് പോകുവാനുള്ള സ്ഥലമിടണം. പെട്രോൾ ബങ്കിന് സമീപം പൊങ്കാലയിടരുത്. അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് കുറച്ചകലെ മാത്രമേ പൊങ്കാലയടുപ്പ് കൂട്ടാവൂ. പൊങ്കാലയ്ക്ക് ശേഷം എല്ലാവരും തന്നെ വെള്ളമൊഴിച്ച് അടുപ്പിലെ തീയണച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആറ്റുകാലമ്മ ഭദ്രകാളിയാണ് എന്നൊരു സങ്കല്പമുണ്ട്. ദാരികനെ നിഗ്രഹിച്ച ശേഷം കലിയടങ്ങാത്ത ദേവിയെ സ്ത്രീകൾ പൊങ്കാലയിട്ട് പ്രസാദിപ്പിച്ചു. അതാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാലമ്മയുടെ ചരിത്രം ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മധുര നഗരം ചുട്ടരിച്ച ശേഷം കണ്ണകി തിരുവനന്തപുരം വഴി കൊടുങ്ങല്ലൂർക്ക് പോയി അവിടെ ഭഗവതിയായി വസിച്ചു പോരുന്നു. ആറ്റുകാൽ ഉത്സവത്തിൻ്റെ 1-ാം ദിവസം കുത്തിയോട്ടപ്പാട്ടുകളിലൂടെ ആശാന്മാർ ദേവിയെ ഭക്തിപൂർവ്വം സ്തുതിച്ച് ഇങ്ങോട്ട് ക്ഷണിക്കും. അങ്ങനെ ആറ്റുകാലിലെത്തുന്ന കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തി വാൾ കൈയിൽ കാപ്പ് കെട്ടി കുടിയിരുത്തും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കണ്ണകി ചരിതം പാടി തോറ്റമ്പാട്ട് അവതരിപ്പിക്കും. പൊങ്കാലയ്ക്ക് ശേഷം 10-ാം ദിവസം കാപ്പഴിച്ച് ചടങ്ങുകൾ തീരുന്നതോടെ ദേവി കൊടുങ്ങല്ലൂർക്ക് തിരിച്ചു പോകും. പൊങ്കാല സമർപ്പണത്തിലൂടെ ദേവിയും മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്നു. മാതൃസങ്കല്പമാണല്ലോ അമ്മ. പഞ്ചഭൂതങ്ങൾ അത് പ്രകൃതി തന്നെയാണല്ലോ. അഗ്നിയും വെള്ളവും വായുവും മൺകലമാകുന്ന മണ്ണും ആകാശവും ചേരുന്ന അസുലഭ നിമിഷമാണത്. മനസ്സു നിറഞ്ഞ ഭക്തിയോടെ, ആത്മസമർപ്പണത്തോടെ പൊങ്കാല സമർപ്പണത്തിലൂടെ ഭക്തയ്ക്കും അവരുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും കൈവരുമെന്നാണ് നാളുകളായുള്ള വിശ്വാസം.
ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത് പോലെ പൊങ്കാലി അർപ്പണത്തിനെത്തുന്നവരുടെ എണ്ണം വർഷം തോറും കൂടി വരുന്നു. കനത്ത വെയിലും ചൂടും പുകയും വകവയ്ക്കാതെ ഒറ്റ മനസ്സോടെ ജാതിമത ഭേദമന്യേ സ്ത്രീകൾ ആറ്റുകാലിലെത്തുന്നു. മറ്റു ദേവീക്ഷേത്രങ്ങളിലും ഇപ്പോൾ പൊങ്കാല സമർപ്പണമുണ്ട്. എവിടെയായാലും ദേവി അമ്മയാണല്ലോ, പ്രകൃതി മാതാവാണല്ലോ, ശക്തി ചൈതന്യമാണല്ലോ. പൊങ്കാല അർപ്പണത്തിലൂടെ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകൾ സഫലമാവട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വ്ലോഗ് ലോകം ഇവിടെ സമാപിക്കുന്നു.